മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് വീഡിയോ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ കാടമുട്ട വെച്ചിട്ട് ഒരു മുട്ട റോസ്റ്റും അതുപോലെ തന്നെ ഗോതമ്പ് ദോശയും, ഇതാണ് ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കാടമുട്ട അങ്ങനെ അധികം ഇവിടെ വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇവിടെ വാങ്ങിക്കുന്നത്. നാട്ടിലായിരിക്കുമ്പോഴൊക്കെ ഞാൻ കഴിക്കാറുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ ആദ്യം തന്നെ ഗോതമ്പ് പൊടി എടുത്ത് അതിൽ ഉപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ ഇളക്കി നമ്മളതിൽ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് അത് അതിൻ്റെ പാകത്തിലുള്ള കൺസിസ്റ്റൻസിയിലാക്കണം. പിന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സബോള ചെറുതാക്കി അരിഞ്ഞത് ഇതൊക്കെ ഇതിലേക്ക് ചേർക്കും. എന്നിട്ട് നമ്മൾ ഊത്തപ്പൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു മോഡലിൽ നമ്മളവിടെ അരിമാവിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് ഗോതമ്പ് മാവാണെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കും. അപ്പോൾ ഈ ദോശയുടെ കൂടെ മുട്ട റോസ്റ്റ് ചേരുന്നുള്ളത് എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയാണ് ആ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആളിടയ്ക്ക് ലഞ്ചിനൊക്കെ ഇത് കൊണ്ടുവരാറുണ്ട്. അപ്പം ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ നല്ല മാച്ചിങ് ആണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഗോതമ്പ് ദോശയുടെ കൂടെ കേട്ടോ, അരിദോശയുടെ കൂടെ മുട്ട റോസ്റ്റിനേക്കാളും ചമ്മന്തിയൊക്കെ തന്നെയാണ് ചേരുക. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് ഞങ്ങൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു. അപ്പോൾ അത് ഒരുവിധം ചൂടാകുമ്പോഴേക്ക് നമ്മൾ സബോള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ വേപ്പില, പച്ചമുളക്, ഇതൊക്കെയാണ് ആദ്യം ചേർക്കുന്നത്. അപ്പോൾ സബോള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ അടുത്ത് നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ എഗ് റോസ്റ്റിൽ അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത് നന്നാവണമെങ്കിൽ നന്നായിട്ട് സബോള വഴലണം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക് ഒക്കെ അടുത്ത ട്രിപ്പിലാണ് ഞാൻ ചേർത്തത്, വേപ്പിലയൊക്കെ. അപ്പോൾ ആദ്യം ഇഞ്ചി ഒക്കെ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ചില സമയത്ത് അടുക്കി പിടിക്കുന്ന ഒരു പ്രശ്നം തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്പൈസസ് ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ആ ഒരു പൊടിയുടെ പച്ചപ്പ് പോകുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ഒരു പച്ചപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ കുനുകുന അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കുക. വേണമെങ്കിൽ കുറച്ച് നേരം അടച്ച് വയ്ക്കാം, ഒരു മിനിറ്റ് എങ്ങാനും. അപ്പോൾ തക്കാളി ഒന്ന് വെന്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് തിളപ്പിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ മുന്നേ കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ കണ്ടതാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക, അടച്ച് വയ്ക്കുക, അതൊന്ന് തിളച്ച് വറ്റിക്കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ ഒരു 2 ട്രിപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല കൊഴുത്ത് കിട്ടും നമ്മുടെ കറി. അപ്പോൾ അടുത്തത് നമ്മൾ ഗോതമ്പ് ദോശ ചുടുന്ന പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ എനിക്ക് മാത്രം കാടമുട്ട ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട്. കാരണം ഗുടുക്ക് ഉള്ളിലുള്ളതുകൊണ്ടാണ് എനിക്ക് ഒരെണ്ണം എക്സ്ട്രാ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മയുടെ ഫുഡ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുകയാണ്. പറയേണ്ടതില്ല, സൂപ്പറായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പപ്പയും കൂടെ അടുത്ത് ഹൈപ്പർ പാണ്ടയുണ്ട്, അവിടെ പോയിട്ട് കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഈ വെജ് സെക്ഷനിലേക്കാണ് പോയത്.
അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വെജ് ഫ്രൂട്ട്സ് സെക്ഷനൊക്കെ ഹൈപ്പർ പാണ്ടയിൽ. പാണ്ടയിൽ പൊതുവേ ലുലുവിനെ വെച്ച് നോക്കുമ്പോൾ ചില ഐറ്റംസ് കിട്ടാൻ പാടാണ്. ഇവിടെ കൂടുതലും അറബികളൊക്കെയാണ് കൂടുതലും വരാറ്. പിന്നെ കുറച്ച് സ്പൈസസ് വാങ്ങിച്ചിട്ട് ഞങ്ങളവിടുന്ന് പോന്നു. അപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് ഈ രാവിലത്തെ വെയിലൊക്കെ കൊള്ളാനൊരു രസമാണ്. അപ്പോൾ ഇത് മാർച്ചിൽ നടന്ന സംഭവം കേട്ടോ. ഇനി ഞങ്ങൾ വേറൊരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത്. ചപ്പാത്തിയും കുറുമയാണ്. സാധാരണ ഇത് ഡിന്നറിനാണ് മിക്കവരും ഉണ്ടാക്കാറ്, പക്ഷെ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് ആദ്യം തന്നെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഒക്കെ കൂടെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന പൊടികളെന്ന് പറയുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഇത്രയാണ്. അപ്പോൾ അത് ചേർത്തിട്ട് വഴന്ന് കഴിഞ്ഞതിന് ശേഷം, സബോള വഴന്നതിന് ശേഷം ഈ പൊടികൾ ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ് ഇടുന്നത്. അപ്പോൾ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ, ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് വാങ്ങിക്കാറ്. പിന്നെ ചേർക്കുന്നത് ബീൻസ്, ക്യാരറ്റ്, പൊട്ടറ്റോ, ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രഷർ കുക്കറിൽ ഒറ്റടി അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും പണി. പക്ഷേ ഇതിങ്ങനെ വഴറ്റിയിട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ രണ്ട് രീതിയിലും ഉണ്ടാക്കിയിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കോളിഫ്ലവറും കുറച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് ആ ഒരു വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ജേംസിനെയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ചപ്പാത്തി പരത്തലാണ്. അപ്പോൾ ഞാനിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ഉരുളുരുളായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയാണ് ഇന്ന് പരത്തുന്നത്. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ കല്യാണത്തിനൊക്കെ മുന്നാണെങ്കിൽ ഞാൻ ആണ് ചപ്പാത്തി പരത്താറ്. അമ്മ കറിയുടെ കാര്യം നോക്കും. അപ്പം അങ്ങനെ ചപ്പാത്തി അമ്മ നല്ല രസത്തിൽ പരത്തുന്നുണ്ട്. ഞാൻ ചില സമയത്ത് പരത്തുമ്പോഴൊക്കെ കുറച്ച് ക്ഷമയില്ലാത്തതുകൊണ്ടൊക്കെയാണ് ഇത്രയും രസത്തിൽ വരാറില്ല. എന്ന് വെച്ചാൽ ഷേപ്പ് വൈസ് അല്ല, അതായത് നമ്മൾ ചപ്പാത്തിയുടെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ആ മാവ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവണം. പിന്നെ നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോൾ അതൊക്കെയാണ് സോഫ്റ്റ് ആക്കാൻ അതിനെ സഹായിക്കുന്നത്. പിന്നെ നമ്മൾ ക്യാനിലാണ് ഇവിടെ തേങ്ങാപ്പാൽ വാങ്ങിക്കാറ്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കശുവണ്ടിയുടെ പേസ്റ്റ് അത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കസൂരി മേത്തി അത് വാങ്ങിക്കാനാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാണ്ടയിൽ പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്പൈസസിൽ നിന്ന് ഈ കസൂരി മേത്തി വാങ്ങിക്കാനായിരുന്നു. പിന്നെ മല്ലിയില. അപ്പോൾ ഇതാണ് ഒരു കുറുമയ്ക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മിക്കവർക്കും അറിയായിരിക്കും, ചപ്പാത്തിയും ദോശയും ഒരു തട്ടിൽ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നാട്ടിൽ നിന്ന് 2 നോൺ സ്റ്റിക്ക് പാനൊക്കെ പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന് രണ്ടിനും വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി റെഡിയായി. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ടേസ്റ്റിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ TV ഒക്കെ കണ്ടിരുന്ന് അപ്പോൾ അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അമ്മയുടെ കറി പറയേണ്ട കാര്യമൊന്നുമില്ല, ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഈവനിങ് കുനാഫ വാങ്ങിച്ചു. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. നല്ല ടേസ്റ്റി കുനാഫയായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകിട്ട് വീക്കെൻഡിലൊക്കെ പുറത്ത് പോവാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഡെയിലി കുളിക്കുന്നില്ലേ, അതുപോലെ കാറിന് ഒന്ന് വാഷ് ചെയ്യാൻ കൊണ്ടുപോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോബാറിക്കാണ് പോയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും മുന്നത്തെ വീഡിയോസിൽ. ജുബൈലിൽ കാളും സ്ഥലങ്ങളൊക്കെ കാണാൻ രസം കോബാറിലാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. ഇതൊരു ബീച്ചാണ്, ഞങ്ങൾ സ്ഥിരം നടക്കാറുള്ള ബീച്ച്.
ഞാനെൻ്റെ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പകലിലെ വ്യൂ. ഇപ്പോൾ രാത്രി ഇങ്ങനെ നല്ല രസമാണ്. രാത്രിയാണ് ആൾക്കാർ കൂടുതൽ. ഇങ്ങനെ ഈ ഒരു ലൈറ്റിങ്ങും പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്ന് കളിക്കാനും, ഇപ്പോൾ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നവരൊക്കെ വൈകുന്നേരമായിരിക്കും ഫ്രീ. അപ്പോൾ ആ ഒരു സമയം അതുകൊണ്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ പപ്പയ്ക്കും അമ്മയ്ക്കൊന്നും എൻ്റെ അത്രയും തണുപ്പ് പ്രശ്നമുള്ള ആൾക്കാരല്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പക്ഷേ പപ്പയ്ക്ക് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് മഫ്ലറൊക്കെ എടുത്ത് ഇട്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ഇന്ന് കമ്പാരിറ്റീവ്ലി തണുപ്പ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചുരിദാർ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തേക്കാണ് പോയത്. ഇത് വേറൊരു കോർണിഷാണ്. അപ്പോൾ അതവർ കുറച്ച് ആൻറ്റിക് രീതിയിൽ അവരുടെ ഔട്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെസ്റ്റേൺ ക്യുസീൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫോറിൻ ക്യുസീൻസ് ഉള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉള്ളൊരു ഭാഗത്തേക്കാണ് പോയത്. ഞങ്ങൾ മുന്ന് കോബാർ നിൽക്കുമ്പോൾ സ്ഥിരം വരാറുള്ള സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലൊന്നും ഇതുവരെ കയറിയിട്ടില്ല. ഇപ്പം എന്തായാലും എനിക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാൻ തോന്നാറുമില്ല. സോ പിന്നീട് എപ്പോഴെങ്കിലും നോക്കണം. ഇപ്പം ഈ ഒരു വ്ളോഗ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജുബൈലിൽ നിന്ന് തിരിച്ച് കോബാറിലേക്ക് വന്നു. അപ്പോൾ ഇനി എൻ്റെ വരും വ്ളോഗ്സിൽ നിങ്ങൾക്ക് കോബാറായിരിക്കും കാണാൻ പറ്റുക കൂടുതലും. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല രസകരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം പോഷായിട്ടുള്ളൊരു ഏരിയ ആണിത്. പിന്നെ ഞങ്ങൾ ഒരു ദിവസം വൈകിട്ട് ലുലുവിൽ ഡിന്നർ കഴിക്കാൻ പോയതാണ്. ഇവിടെ മുംബൈ കിച്ചണിലെ എല്ലാ ഡിഷസും ഇഷ്ടമാണ്. എല്ലാം ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, എന്നാലും ട്രൈ ചെയ്തതിൽ ഇപ്പോൾ മസാല ദോശ, നെയ് റോസ്റ്റ്, ബട്ടൂര ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലുലുവിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്കപ്പോഴത്തേനും വിശന്ന് തുടങ്ങി. ഈ ഒരു ഡിന്നറിന് ഞങ്ങളിവിടെ കയറി. ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം.